ഇന്നു നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേര് വാം ബോഡീസ്. സിനിമ തുടങ്ങുന്നത് ഒരു സോംബിയായി മാറിയ ഒരാളെ കാണിച്ചാണ്. എന്നാലും ഇവന് സാധാരണ മനുഷ്യരെ പോലെ കുറച്ചൊക്കെ ഫീലിംഗ്സ് ഒക്കെ ഉണ്ട്. ഇവന്റെ പേര് ആർ എന്നാണ്. പേരിലെ ആദ്യ അക്ഷരം മാത്രമേ അവന് ഓർമ്മയുള്ളൂ. കുടുംബം, ജോലി, കഴിഞ്ഞ കാലം അതൊന്നും അവന് ഓർമ്മയില്ല. എങ്കിലും ഒരൊറ്റ കാര്യം അവൻ ഓർക്കുന്നുണ്ട്: സോംബിയായി മാറുന്നതിന് തൊട്ടുമുമ്പുള്ള കുറച്ച് നിമിഷങ്ങൾ. എയർപോർട്ടിൽ വെച്ച് കണ്ട ചിലരെയൊക്കെ ഇപ്പോഴും അവന് ഓർമ്മയുണ്ട്. അവിടെ എയർപോർട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ സോംബികളായിട്ടുണ്ട്. ചില സോംബികൾ ബോണീസ് എന്ന് വിളിക്കുന്ന ദുഷ്ടന്മാരായ സോംബികളായി മാറിയിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും വികാരങ്ങളും നശിച്ചതുകൊണ്ട് ഹൃദയത്തിലായ സോംബികളാണ് ബോണീസ്. പക്ഷേ ആറിന് അവരെ പോലെ ആകാൻ ഇഷ്ടമില്ല. കാരണം അവന് ഇപ്പോഴും താൻ വീണ്ടും ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ കഴിയുമെന്ന ഹോപ്പും ഉണ്ട്. ആർ ഒരു വിമാനത്തിലാണ് താമസിക്കുന്നത്. കൂടുതൽ സമയവും അവൻ മ്യൂസിക് കേട്ടാണ് സമയം കളയുന്നത്. എയർപോർട്ടിൽ ആറിന് എം എന്ന് പേരുള്ള ഒരു സോംബി കൂട്ടുകാരനുമുണ്ട്. അവർക്ക് ചിലപ്പോഴൊക്കെ പരസ്പരം സംസാരിക്കാൻ കഴിയും, കുറച്ച് വാക്കുകൾ മാത്രമാണെങ്കിലും. ഒരു ദിവസം ആറും മറ്റു സോംബികളും ഭക്ഷണം തേടി ടൗണിലേക്ക് പോവുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അവന് ബോധമുണ്ടെങ്കിലും അവന് മനുഷ്യമാംസത്തിനുള്ള വിശപ്പ് ഉണ്ട്. മനുഷ്യരെയും സോംബികളെയും തമ്മിൽ വേർതിരിക്കുന്നത് ഒരു വലിയ മതിലാണ്. മനുഷ്യരെല്ലാം അവർ കെട്ടിപ്പടുത്ത ആ മതിലിനകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജൂലി, നോറ, ബെറി അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ചിട്ടുണ്ട്. ജൂലിയും ബെറിയും കാമുകന്മാരാണ്. ടൗണിലെ ഒരു ആശുപത്രിയിൽ നിന്ന് മരുന്നുകൾ ശേഖരിക്കാൻ അവരെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അതിർത്തി മതിലിനടുത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ജൂലിയുടെ അച്ഛനായ കെനൽ ഗ്രിജിയോ എന്നയാൾ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. കെനലിന്റെ അഭിപ്രായത്തിൽ ഈ സോംബികൾക്ക് മനുഷ്യരുടെ രൂപമുണ്ടെങ്കിലും ചിന്തിക്കാനോ രക്തം വരാനോ ഫീലിംഗ്സ് ഇല്ല. എന്നാൽ ബൊനി രൂപമുള്ള സോംബികളെ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവ വേഗതയുള്ളതും അപകടകാരികളുമാണ്. ജൂലിയും അവളുടെ കാമുകനും തമ്മിൽ നല്ല ബന്ധത്തിലല്ലെന്ന് നമുക്ക് കാണാം. കിട്ടിയ വിവരങ്ങളുമായി അവർ പുറപ്പെട്ടു. ഭക്ഷണം തേടുന്ന സോംബികൾ പെട്ടെന്ന് മനുഷ്യരുടെ മണം പിടിക്കുകയും നേരെ ആശുപത്രി കെട്ടിടത്തിലേക്ക് നടക്കുകയും ചെയ്യുന്നു. ആശുപത്രിയിൽ ജൂലിയും മറ്റുള്ളവരും മരുന്നുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. പുറത്ത് ശബ്ദം കേട്ട് നോറ ഞെട്ടുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു വരാൻ ജൂലി അവളോടും മറ്റുള്ളവരോടും പറയുന്നു. പക്ഷേ ചെയ്യാനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്ന് പറഞ്ഞ് ബെറി വിസമ്മതിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് സോംബികൾ വാതിൽ തകർത്ത് അകത്തേക്ക് വന്ന് അവരെ ആക്രമിച്ചു. അവർ തമ്മിൽ പോരാടുമ്പോൾ ആർ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടു. തൻ്റെ സോംബി കൂട്ടുകാരെ കൊന്നൊടുക്കുന്ന ജൂലിയെ കണ്ടപ്പോൾ അവനൊരു പ്രണയം തോന്നിപ്പോയി. അതുകൊണ്ട് അവൻ നേരെ അവളുടെ അടുത്തേക്ക് പോവുന്നു. പക്ഷേ ബെറി അവനെ തടഞ്ഞു. എന്നിട്ട് വെടിവെച്ചു. ആർ ഉടൻ തന്നെ ബെറിയെ കൊന്നു. അവനെ കടിച്ചു തീർത്തു. ആർ മറ്റു സോംബികളിൽ നിന്ന് വ്യത്യസ്തനാണ്. കാരണം അവൻ കഴിക്കുന്ന ഓരോ മനുഷ്യന്റെ തലച്ചോറും അവന് ആ മനുഷ്യന്റെ പഴയ ഓർമ്മകൾ കാണാൻ അവസരം നൽകുന്നു. അതിന്റെ ഫലമായി ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്നത് എത്ര മനോഹരമാണ് എന്ന് അവന് അറിയാൻ കഴിയുന്നു. കൂടാതെ താൻ കൊന്ന വ്യക്തിക്ക് ജൂലിയുമായി പ്രണയബന്ധമുണ്ടായിരുന്നു എന്നും ആർ ശ്രദ്ധിച്ചു. ആർ ബെറിയുടെ തലച്ചോറിന്റെ ഒരു ഭാഗം പോക്കറ്റിൽ വെച്ചു. അതിനുശേഷം അവൻ ജൂലിയെ സമീപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി ജൂലി വളരെ ഭയന്നു. ജൂലിയെ വേറൊരു സോംബി ലക്ഷ്യം വെക്കുന്നത് കണ്ട ആർ ബെറിയുടെ തലച്ചോറിലെ രക്തമെടുത്ത് ജൂലിയുടെ മുഖത്ത് തേച്ചു. ശേഷം അവൻ ജൂലിയെയും കൂട്ടി അവൻ താമസിച്ചിരുന്ന വിമാനത്തിലേക്ക് കൊണ്ടുപോയി. വേറെ വഴിയില്ലാത്തത് കൊണ്ട് സ്വന്തം സുരക്ഷിതത്വത്തിനായി ജൂലി അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. ഇത് കണ്ട നോറ ഭയന്ന് നോക്കി നിന്നു. ആറുണ്ടാക്കിയ മറുവേഷം കാരണം മറ്റു സോംബികൾക്ക് ജൂലിയെ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജൂലിയെ എയർപോർട്ടിലെ ആറെന്റെ വിമാന വീട്ടിൽ ഒളിപ്പിച്ചു. ജൂലി കരയുകയും പേടിക്കുകയും ചെയ്യുന്നത് കണ്ട ആർ അവൾക്ക് കുറച്ച് ഇടം നൽകി. അവൾക്ക് ശാന്തനാകാനും തന്നെ പേടിയില്ലാതാക്കാനും വേണ്ടി ജൂലിയെ നന്നായി അറിയാൻ വേണ്ടി അവൻ ബെറിയുടെ തലച്ചോറ് വീണ്ടും കഴിക്കാൻ ശ്രമിക്കുന്നു. ബെറിക്കുണ്ടായിരുന്ന എല്ലാ ഓർമ്മകളും ആർ തിരിഞ്ഞു നോക്കി. ഓർമ്മയിൽ ബെറിയും ജൂലിയയും ഒരുമിച്ച് അത്താഴം കഴിക്കുന്നത് ആർ കാണുന്നു. ബെറിയുടെ അച്ഛനോടൊപ്പം മതിൽ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് ജൂലിയുടെ അച്ഛൻ ബെറിയെ വിലക്കിയിരുന്നു. പക്ഷേ അച്ഛനെക്കുറിച്ച് ബെറിക്ക് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ നിർമ്മാണ സ്ഥലത്തേക്ക് പോയി.
മതിലിന് പുറത്തു പോകാൻ അവർക്ക് ഒരു രഹസ്യപാത കടന്നു പോകേണ്ടി വന്നു. അവിടെ എത്തിയപ്പോൾ ബെറിയുടെ അച്ഛൻ ഒരു സോംബിയായി മാറിയിരുന്നു. അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ബെറിയുടെ അച്ഛന്റെ തലയ്ക്ക് നേരെ ജൂലിക്ക് വെടിവെക്കേണ്ടി വന്നു. അത് കാരണം അയാൾ ഉടൻ തന്നെ മരിച്ചു. ബെറിയുടെ തലച്ചോറിലെ ഓർമ്മകളിൽ നിന്ന് ജൂലി തന്നെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ആറിന് ഇപ്പോൾ മനസ്സിലായി. ആർ തിരിച്ച് ജൂലിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഒരു പുതപ്പ് ഉപയോഗിച്ച് അവളെ കവർന്ന് അവളുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. ജൂലി കരയാതിരിക്കാനും തന്നെ പേടിക്കാതെ ഇരിക്കാനുമായി അവൻ പാട്ടുവെച്ചു. ആർ ജൂലിയെ നോക്കുമ്പോൾ ചത്തുപോയ അവന്റെ ഹൃദയം വീണ്ടും മിടിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ജൂലിയ ഉണർന്നപ്പോൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആഹാരം കൊണ്ടുവരാൻ സോംബിയോട് ആവശ്യപ്പെട്ടു. വിമാനത്തിനുള്ളിൽ തന്നെ നിൽക്കാൻ ജൂലിയോട് ആവശ്യപ്പെട്ടിട്ട് ആർ അവൾക്ക് ഫുഡ് കണ്ടെത്താനായി പുറത്തേക്ക് പോയി. ആർ പോയ തക്കത്തിന് ജൂലി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പുറത്ത് ഒരു കൂട്ടം സോംബികൾ അലഞ്ഞു നടക്കുന്നത് അവൾ കാണുന്നു. ജൂലി ഒളിച്ചിരിക്കുമ്പോൾ ആർ പെട്ടെന്ന് വന്ന് സോംബികളിൽ നിന്ന് അവളെ വീണ്ടും രക്ഷിക്കുന്നു. അവർ വിമാനത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷം ജൂലിക്ക് ഭക്ഷണവും കുടിവെള്ളവും കിട്ടുന്നു. സോംബിയുടെ ദയയിൽ ജൂലിയ ആകൃഷ്ടയാകുന്നു. എന്നിട്ട് അവന്റെ പേര് ചോദിക്കുന്നു. അവന് ആർ എന്ന അക്ഷരം മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ജൂലി അവനെ ആർ എന്ന് വിളിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ജൂലിയ അവളെ അവിടുന്ന് വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവൻ അവളെ ഇഷ്ടമായതുകൊണ്ട് അവളെ അവിടെ നിർത്താൻ പല കാരണങ്ങളും അവൻ കണ്ടുപിടിച്ചു. പുറത്ത് സുരക്ഷിതമല്ലെന്നും മറ്റു സോംബികൾ അവളെ മറക്കുന്നതുവരെ കുറച്ചു ദിവസം അവിടെ നിൽക്കണമെന്നും അവൻ വാദിച്ചു. മറ്റ് സോംബികളെ പോലെ അല്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ആറിനെ കണ്ട് ജൂലി ശരിക്കും അമ്പരന്നു. ആ കുറച്ചു ദിവസങ്ങൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ചിലവഴിച്ചു. ജൂലി ഉറങ്ങുമ്പോൾ ഷിച്ച് ബെറിയുടെ തലച്ചോറിന്റെ അവസാന ഭാഗങ്ങൾ കഴിക്കുന്നു. എന്നാൽ തലച്ചോറ് അഴുകിയതുകൊണ്ട് ബെറി ജൂലിയെ രക്ഷിക്കാൻ വരുമ്പോൾ ആർ അവനെ കൊല്ലുന്ന ഒരു മോശം സംഭവം അവൻ കണ്ടു. ഈ സംഭവം കണ്ട ശേഷം ആർ തലച്ചോറ് പുറത്തേക്ക് തുപ്പുന്നു. ജൂലി ഇഷ്ടപ്പെട്ട ഒരാളെ കൊന്നതിൽ അവന് സങ്കടം തോന്നി. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജൂലി ഓടിപ്പോയെന്നും തന്റെ സോംബി കൂട്ടുകാർ അവളെ തടഞ്ഞെന്നും കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. സോംബി എം ജൂലിയെ തിന്നാൻ ശ്രമിക്കുമ്പോൾ ആർ പെട്ടെന്ന് വന്ന് അവനെ ഇടിക്കുന്നു. താൻ ഇവിടെ ഒരുപാട് നാളായി താമസിക്കുന്നുണ്ടെന്നും വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും ജൂലി വിശദീകരിക്കുന്നു. ആറ് ഒരു മനുഷ്യനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് കണ്ട സോംബി എമ്മിന് ദേഷ്യം വന്നു. അവൻ ആറിനോട് അവളെ തിന്നാൻ പറഞ്ഞു. ഈ ബഹളം കാരണം ബോണീസ് എത്തി. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി. ബോണീസ് അവരെ മൂലയിലാക്കിയപ്പോൾ എം പെട്ടെന്ന് വന്ന് സോംബികളെ ഇടിച്ചു. ആറിന് ആ സ്ത്രീയെ ഇഷ്ടമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് എം അവരെ രക്ഷിക്കാൻ വന്നത്. അതിനുശേഷം അവരാറും കൂട്ടുകാരും ഒത്തുകൂടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തനിക്ക് ജൂലിയോട് ശരിക്കും പ്രണയമുണ്ടെന്ന് ആർ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. ഇത് മറ്റു സോംബികളുടെ ഹൃദയത്തെ അലിയിച്ചു. അതിന്റെ ഫലമായി അവരവരെ പോകാൻ അനുവദിച്ചു. അത് മാത്രമല്ല ആറിന്റെയും ജൂലിയുടെയും ബന്ധം ഈ സോംബികളുടെ ഹൃദയത്തെ സ്പർശിച്ചതുപോലെ അവരുടെ ചത്ത ഹൃദയങ്ങൾ ഇപ്പോൾ വീണ്ടും മിടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഒരു കൂട്ടം ബോണീസ് അവരെ സമീപിച്ചു. ആറിനെയും ജൂലിയെയും രക്ഷിക്കാൻ എമ്മും മറ്റു സോംബികളും ഒരുമിച്ച് പ്രവർത്തിച്ചെന്ന് ബോണീസിനറിയാം. ഇത് കാരണം ബോണീസിന് ദേഷ്യം വന്നു. അവർ മനുഷ്യരുടെ സ്ഥലത്തേക്ക് ആക്രമിക്കാൻ പദ്ധതിയിട്ടു. അതേസമയം എയർപോർട്ട് വിട്ടുവന്ന ജൂലിയും ആറും ജൂലിയുടെ അച്ഛൻ ഒഴിഞ്ഞു പോയ ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നു. വീടിനുള്ളിൽ അവർക്കൊരു പോളറൈഡ് ക്യാമറ കിട്ടി. എന്നിട്ട് അവർ പരസ്പരം ഫോട്ടോകൾ എടുത്തു. ജൂലി ഉറങ്ങാൻ പോകുമ്പോൾ കൂടെ കിടക്കാൻ അവൾ ആറിനോട് ആവശ്യപ്പെട്ടു. വേറെ ഏതെങ്കിലും സോംബി വന്ന് ആക്രമിക്കുമോ എന്ന് അവൾക്ക് പേടിയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുകൂടി പോകുന്ന സൈന്യം കണ്ട് അവർ ഞെട്ടി. ജൂലിക്ക് അച്ഛനെ കാണാൻ കഴിഞ്ഞെങ്കിലും ആറിനെക്കുറിച്ച് അവൾക്ക് വിഷമമുണ്ടായിരുന്നതുകൊണ്ടും സൈന്യം അവനെ കൊല്ലുമെന്ന് പേടിയുണ്ടായിരുന്നതുകൊണ്ടും അവൾ പുറത്തു വരാതെയിരിക്കുന്നു. താനാണ് അവളുടെ കാമുകനെ കൊന്നതെന്ന് ആർ ജൂലിയോട് സത്യം പറയാൻ ശ്രമിക്കുന്നു. തന്നെ രക്ഷിച്ച സോംബിയാണ് തന്റെ കാമുകനെ കൊന്നതെന്ന് അറിഞ്ഞപ്പോൾ ജൂലിക്ക് ദുഃഖവും നിരാശയും തോന്നി. ഒരുപാട് കാലത്തിന് ശേഷം ആറിന് ഉറങ്ങാനും സ്വപ്നം കാണാനും കഴിഞ്ഞു. ജൂലിയെയും പെറിയെയും നോറയെയും കണ്ടെത്തുന്നതാണ് അവൻ സ്വപ്നം കണ്ടത്. തനിക്ക് ജൂലിയോടൊപ്പം ഇരിക്കാൻ കഴിയുമെന്ന് ആർ
സ്വപ്നം കാണുന്നു. പക്ഷേ പെറി മറുപടി പറഞ്ഞു. തന്റെ കാമുകനെ കഴിച്ചതുകൊണ്ട് ആറിന് അവളോടൊപ്പം ഇരിക്കാൻ കഴിയില്ലെന്ന്. അടുത്ത ദിവസം രാവിലെ ജൂലി തന്നെ വിട്ടുപോയെന്ന് ആറിന് മനസ്സിലായി. ഇത് ആറിനെ വളരെ ദുഃഖിപ്പിച്ചു. താൻ മുമ്പ് ചെയ്തതിനെക്കുറിച്ച് അവന് സങ്കടം തോന്നി. ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്നത് എത്ര മനോഹരമാണ് എന്ന് അവൻ അനുഭവിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇത് അവസാനമായിരിക്കും. ദുഷ്ടന്മാരായ സോംബികളുടെ പദ്ധതികളെക്കുറിച്ച് ജൂലിയെ അറിയിക്കാൻ എംഡെയും മറ്റു സോംബി കൂട്ടുകാരുടെയും സഹായത്തോടെ മനുഷ്യരുടെ സ്ഥലത്തേക്ക് ഒളിഞ്ഞുകടക്കാൻ പദ്ധതിയിടുന്നു. അതിനുശേഷം അവർ ബോണീസിന് എതിരായ പോരാട്ടത്തിൽ മനുഷ്യരെ സഹായിക്കാൻ നല്ല സോംബികളെ ഒരുമിച്ചു കൂട്ടുന്നു. അതിർത്തി പട്ടണത്തിലേക്ക് പോകുമ്പോൾ സ്റ്റേഡിയത്തിൽ കാത്തുനിൽക്കാൻ കൂട്ടുകാരോട് പറഞ്ഞു. അതിനുശേഷം ഒറ്റയ്ക്ക് പട്ടണത്തിലേക്ക് പോവുന്നു. പെറിയുടെ തലച്ചോറിലെ ഓർമ്മകളുമായി പെറിയും ജൂലിയും മുമ്പ് സഞ്ചരിച്ച രഹസ്യപാത അവൻ പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങി. അതേസമയം ജൂലി തനിക്കുണ്ടായ കാര്യങ്ങൾ നോറയോട് പറയുന്നു. തന്റെ ജീവൻ രക്ഷിച്ച സോംബിയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട നോറയ്ക്ക് അത്ഭുതം തോന്നി. അവളെ കളിയാക്കി. ആ രാത്രി വൈകി ഉറങ്ങാൻ കഴിയാത്ത ജൂലി വീടിന്റെ ബാൽക്കണിയിൽ ശുദ്ധവായു ശ്വസിക്കാൻ പുറത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ തന്റെ വീടിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് അവൾ ഞെട്ടുന്നു. ജൂലി ഉടൻ തന്നെ താഴെ ഇറങ്ങി അവനെ കെട്ടിപ്പിടിച്ചു. കൂടാതെ ജൂലി അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ചൂട് അനുഭവിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ന്റെ സാന്നിധ്യം മറ്റാരും അറിയാതിരിക്കാൻ ജൂലി അവനെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ആദ്യമായി നെ കണ്ടപ്പോൾ നോറയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായി. സോംബികൾക്ക് അസുഖകരമായ മണമുണ്ടാകുമെന്നാണ് അവളുടെ അഭിപ്രായം. എന്നാൽ മറ്റു സോംബികളിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടുന്നു. ദുഷ്ടന്മാരായ സോംബികൾ പട്ടണത്തിൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് താൻ വന്ന ലക്ഷ്യം പറയുന്നു. ഇത് കേട്ട ജൂലി എളുപ്പമല്ലെങ്കിലും നെ അച്ഛനുമായി കൂട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നു. ന്റെ രൂപം ഇപ്പോഴും സോംബിയെപ്പോലെ ആയതുകൊണ്ട് അവനെ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ കാണിക്കാൻ ജൂലിയും നോറയും അവന്റെ രൂപം മാറ്റാൻ തീരുമാനിക്കുന്നു. അതേസമയം ധാരാളം ബോണീസ് ആക്രമണം തുടങ്ങാനായി അതിർത്തി പട്ടണത്തിലേക്ക് ഓടുന്നുണ്ട്. ഈ സമയത്ത് അവർ മൂന്നുപേരും ജൂലിയുടെ അച്ഛൻ കെനൽ ഗ്രിജിയോയുടെ അടുത്തേക്ക് പോവുന്നു. ബോണീസ് വരുന്നത് അറിഞ്ഞതുകൊണ്ട് അവളുടെ അച്ഛനും സൈന്യവും പോരാടാൻ തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു. ചില സോംബികൾക്ക് സുഖം പ്രാപിക്കാൻ ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് ജൂലി അച്ഛനോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളുടെ അച്ഛൻ വിഡ്ഢിത്തം വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്വയം സത്യം വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ഒരു സോംബിയാണെന്ന് കേണൽ ഗ്രിജിയോ അറിഞ്ഞപ്പോൾ കേണൽ ഉടൻ തന്നെ അവന് നേരെ തോക്ക് ചൂണ്ടി. നോറയാവട്ടെ കേണൽ ഗ്രിജിയോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി രണ്ടുപേരോടും അവിടെ നിന്ന് പുറത്തു വരാൻ പറയുന്നു. അവരുടെ പദ്ധതി പരാജയപ്പെട്ടതുകൊണ്ട് ജൂലിയും മറ്റു സോംബി കൂട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകാൻ തീരുമാനിക്കുന്നു. സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ ഒരുമിച്ചു കൂട്ടിയ ധാരാളം സോംബികളെ കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. ബോണീസിന് എതിരായ പോരാട്ടത്തിൽ മനുഷ്യരെ സഹായിക്കാൻ സോംബി കൂട്ടുകാർ തയ്യാറാണെന്ന് സോംബി നോടും ജൂലിയോടും പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോണീസ് എത്തി. നോട് ജൂലിയെ സംരക്ഷിക്കാൻ ഉത്തരവിട്ടു. അതിന് സ്വന്തം ജീവൻ ത്യജിക്കേണ്ടി വന്നാലും മറ്റു സോംബികളും ബോണീസിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ചില ബോണീസ് രക്ഷപ്പെട്ട് ഉടൻ തന്നെ അവരെ പിന്തുടരാൻ തുടങ്ങി. ജൂലിയെ സോംബികളിൽ നിന്ന് രക്ഷിക്കാൻ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. കേണൽ ഗ്രിജിയോയുടെ സൈന്യം സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ സോംബികൾ മറ്റു സോംബികളോട് പോരാടുന്നത് കണ്ട് അവർക്ക് ആശയക്കുഴപ്പമുണ്ടായി. പക്ഷേ ദുഷ്ടന്മാരായ സോംബി സൈന്യത്തെ തോൽപ്പിക്കാൻ മറ്റുള്ളവരും അവരെ സഹായിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. അതേസമയം കേണൽ ഗ്രിജിയോ ജൂലിയെ തിരയാൻ പോവുകയായിരുന്നു. എംഡെയും മറ്റുള്ളവരുടെയും സഹായത്തോടെ ദുഷ്ടന്മാരായ സോംബികൾക്കെതിരെയാണ് അവർ പോരാടുന്നതെന്ന് തന്റെ സൈന്യത്തിൽ നിന്ന് അയാൾക്ക് വിവരം ലഭിച്ചു. അതേസമയം നെയും ജൂലിയെയും മൂലയിലാക്കി രക്ഷപ്പെടാൻ വേറെ വഴികളില്ലാതായി. ജൂലിയെ തന്റെ ജീവൻ കൊണ്ട് സംരക്ഷിക്കാമെന്ന് നോട് വാക്കുകൊടുത്തതുകൊണ്ട് ജൂലിയെ കെട്ടിപ്പിടിച്ച് താഴെയുള്ള നീന്തൽ കുളത്തിലേക്ക് ചാടുകയല്ലാതെ അവന് വേറെ വഴിയില്ലായിരുന്നു. രക്ഷപ്പെട്ട ജൂലി മുങ്ങി മരിച്ചു എന്ന് കരുതി അവൾ നെ വലിച്ചിഴച്ചു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. കുളത്തിൽ വെച്ച്
അവർ ചുംബിച്ചു. അതേസമയം തന്നെ ആറിന്റെ കണ്ണിന്റെ കൃഷ്ണമണി സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നു. എന്നിരുന്നാലും ജൂലിയുടെ അച്ഛൻ പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ വെടിവെച്ചു. ആ സമയത്ത് അവർ രണ്ടുപേരെയും സൈനികർ വളഞ്ഞിരുന്നു. വെടിയുണ്ടയേറ്റ മുറിവിൽ നിന്ന് ആറിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വന്നു. അത് ആറിന് വെടിയുണ്ട ഏൽക്കാത്ത സോംബിയല്ലെന്ന് തെളിയിക്കുന്നു. അവസാനം സോംബികൾക്ക് വീണ്ടും സാധാരണ മനുഷ്യരായി മാറാൻ ഒരു അവസരമുണ്ടെന്ന് ഗണൽ ഗ്രിജിയോയ്ക്ക് ശരിക്കും വിശ്വാസമായി. അതുകൊണ്ട് ആ സംഭവം പ്രതീക്ഷിക്കാത്ത ഗണൽ ഗ്രിജിയോ ഉടൻ തന്നെ യുദ്ധതന്ത്രം മാറ്റുന്നു. പുതിയ തന്ത്രത്തിൽ നല്ല സോംബികളും സൈന്യവും ബോണീസിന് എതിരായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ദുഷ്ടന്മാരായ സോംബികൾ അവസാനം തോൽപ്പിക്കപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അവസാനം മനുഷ്യവർഗം ഇപ്പോൾ നല്ല സോംബികളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം ഈ സോംബികൾക്ക് സ്വയം സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. കൂടാതെ മാർക്കസ് അഥവാ എംന് ഇപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. കാലക്രമേണ മറ്റു സോംബികൾ ഇപ്പോൾ പൂർണമായും മനുഷ്യരായി രൂപാന്തരപ്പെട്ടു. കൂടാതെ ഒരു സാധാരണ മനുഷ്യനായി മാറിയ ആർ ജൂലിയുമായി പ്രണയബന്ധം തുടങ്ങുന്നു. വലിയ അതിർത്തി മതിൽ പൊളിച്ചു മാറ്റിക്കൊണ്ട് സിനിമ അവസാനിക്കുന്നു.